ഒരു ആരോപണം ഒരു ബംഗാളിലെ നടി തന്നെ ഉന്നയിച്ചിരിക്കുകയാണ്. ഈ അവസരത്തിൽ ഞാൻ കരുതുന്നത് ശ്രീ രഞ്ജിത്ത് എൻ്റെ കൂടെ സ്നേഹിതനാണ്. അദ്ദേഹം ഈ സ്ഥാനം അദ്ദേഹം ഒഴിയുമെന്നാണ് ഞാൻ കരുതുന്നത്. ഒഴിയണം എന്നാണ് ഒരു സ്നേഹിതൻ എന്നുള്ള നിലയിൽ, ഒരു സഹോദരൻ എന്നുള്ള നിലയിൽ എനിക്ക് അദ്ദേഹത്തോട് അഭ്യർത്ഥിക്കാനുള്ളത്. അദ്ദേഹം ഒഴിയും എന്ന് തന്നെയാണ് ഞാൻ കരുതുന്നത്. പിന്നെ സജി ചെറിയാൻ കുറേ കാര്യങ്ങൾ പറഞ്ഞു. സജി ചെറിയാൻ പറഞ്ഞു സോളാർ കേസിൽ അന്വേഷിച്ചിട്ട് CBI വെറുതെ വിട്ടില്ലേ, അപ്പോൾ കേസെടുത്തത് വെറുതെ ആയില്ലേ എന്ന് ചോദിച്ചു. ഒന്നാമത് അതൊരു കുറ്റസമ്മതമാണ്. സോളാർ അന്വേഷണവുമായി ബന്ധപ്പെട്ട് കേരളത്തിലെ പോലീസ് അന്വേഷണം പ്രഖ്യാപിച്ചപ്പോൾ, ഗവൺമെൻറ് അന്വേഷണം പ്രഖ്യാപിച്ചപ്പോൾ ഞങ്ങൾ ആരും അതിനെ എതിർത്തില്ല. ഉമ്മൻചാണ്ടി അടക്കമുള്ള ആളുകൾ അന്വേഷിക്കട്ടെ എന്നാണ് പറഞ്ഞത്. അന്വേഷിച്ച ആദ്യത്തെ ഉദ്യോഗസ്ഥൻ പറഞ്ഞു ഒരു തെളിവില്ല, ഒരു കാരണവശാലും ഈ കേസുമായിട്ട് മുമ്പോട്ട് പോകാൻ പറ്റില്ല എന്ന് പറഞ്ഞു. അപ്പോൾ ആ ഉദ്യോഗസ്ഥരെ മാറ്റി വേറൊരു ഉദ്യോഗസ്ഥനെ വെച്ചു പിണറായി സർക്കാർ. ആ ഉദ്യോഗസ്ഥനും അന്വേഷണത്തിന് ശേഷം പറഞ്ഞു ഒരു കാരണവശാലും ഒരു തെളിവില്ല, മുമ്പോട്ട് പോകാൻ പറ്റില്ല എന്ന് പറഞ്ഞു. മൂന്നാമതൊരു അന്വേഷണം കൂടി നടത്തി. അപ്പോഴും ആ ഉദ്യോഗസ്ഥർ പിണറായി സർക്കാർ ഭരിക്കുന്ന സമയത്ത് പോലും, സർക്കാരിൻ്റെ നിർബന്ധമുണ്ടായിട്ട് പോലും അന്വേഷിച്ച എല്ലാ ഉദ്യോഗസ്ഥന്മാരും പറഞ്ഞു ഈ കേസുമായി മുന്നോട്ട് പോകാൻ പറ്റില്ല, ഒരു തെളിവില്ലെന്ന്. എന്നിട്ടും പിണറായി സർക്കാർ CBI അന്വേഷണത്തിന് വിട്ടു. സജി ചെറിയാൻ പറഞ്ഞതുപോലെ കോടതിയല്ല ഉമ്മൻചാണ്ടിയെ വെറുതെ വിട്ടത്. CBI അന്വേഷണം നടത്തി CBI കോടതിയിൽ റിപ്പോർട്ട് കൊടുത്തു. എന്താണ്? ഒരു തെളിവുമില്ല, അത് കെട്ടിച്ചമച്ച ആരോപണങ്ങളാണ്. ആ CBIയുടെ റിപ്പോർട്ട് കോടതി സ്വീകരിക്കുകയാണ് ഉണ്ടായത്. അപ്പോൾ ഉമ്മൻചാണ്ടിയെയും കോൺഗ്രസ് നേതാക്കന്മാരെയും വേട്ടയാടുകയായിരുന്നു പിണറായി സർക്കാർ എന്ന് ഇന്ന് സജി ചെറിയാൻ്റെ കുറ്റസമ്മതത്തിലൂടെ വ്യക്തമായിരിക്കും. പിന്നെ മന്ത്രി സജി ചെറിയാൻ കുറേ ദിവസങ്ങളായി ഈ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പൂഴ്ത്തിവെക്കാൻ കൂട്ടുനിന്ന ഒരാൾ, ഈ റിപ്പോർട്ട് കൃത്രിമം കാണിച്ച് പുറത്തു വരുത്താൻ കൂട്ടുനിന്ന ഒരാൾ, ഇപ്പോഴും വേട്ടക്കാരെ ന്യായീകരിക്കുകയും ഇരകളെ തള്ളിപ്പറയുകയും ചെയ്യുന്ന ഒരാൾ, നിയമപരമായ അദ്ദേഹത്തിൻ്റെ ഉത്തരവാദിത്വം മറന്നുകൊണ്ട് കേസെടുക്കില്ല, പരാതി തന്നാൽ മാത്രമേ കേസെടുക്കുള്ളൂ എന്ന് പറയുന്ന സജി ചെറിയാൻ ഈ സ്ഥാനം ഒഴിയുന്നതായിരിക്കും നല്ലത്. അദ്ദേഹം ഈ സ്ഥാനത്തിരിക്കാൻ യോഗ്യനല്ല. അദ്ദേഹം സത്യപ്രതിജ്ഞാ ലംഘനം നടത്തി, നിയമപരമായ ബാധ്യതയിൽ നിന്ന്, ഉത്തരവാദിത്തത്തിൽ നിന്ന് ഒളിച്ചോടി. ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൽ പുറത്തുവിട്ടപ്പോൾ വിവരാവകാശ കമ്മീഷൻ പറഞ്ഞതിൽ നിന്നും സർക്കാർ പറഞ്ഞതിൽ നിന്നും വ്യത്യസ്തമായി ആ റിപ്പോർട്ടിൽ കൃത്രിമം വരുത്തി. ഈ 3 കാര്യങ്ങൾ ചെയ്ത സാംസ്കാരിക മന്ത്രി സജി ചെറിയാൻ രാജിവെച്ച് പുറത്തു പോകണം എന്നാണ് എൻ്റെ അഭ്യർത്ഥന.